ഹലോ ഗൈസ്, മാലോട്ടേക്കാണ്. ഈ ന്യൂസ് എത്ര ആൾക്കാർ കണ്ടു? 100 കൊല്ലം വേണമെങ്കിലും ശിക്ഷിച്ചോളൂ, ഇനി എനിക്ക് പുറത്തിറങ്ങണ്ട, അന്ന് ചെന്താമര പറഞ്ഞു. ഈ ചെന്താമര ആരാന്ന് അറിയാമല്ലോ. ഇയാളുടെ നെയ്ബറിനെ വെട്ടിക്കൊന്നതിൻ്റെ പേരിൽ ജയിലിൽ പോയ ഒരാളാണ്. ഓക്കെ, ജയിലിൽ പോകാനുള്ള കാരണമൊക്കെ ഉണ്ടായതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഇയാൾ വൈകിയാണ് കല്യാണം കഴിച്ചത്. ഓക്കെ, അപ്പോൾ അത് ഭാര്യ ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭാര്യേനെ ഇയാൾക്ക് സംശയം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം എന്താ പറയുക, ഭാര്യേനെ സംശയിച്ച് അവസാനം ഭാര്യ ഇയാളെ വിട്ടുപോയി. ഇയാളന്നൊരു ഡ്രൈവറായിരുന്നു. അപ്പോൾ സംശയം മൂത്ത് ഇയാളെ ജോലിയൊക്കെ ഒഴിവാക്കിയിട്ട് അയാൾ ഭാര്യേനെ സംശയിച്ച് ഭാര്യ എന്തൊക്കെ ചെയ്യുന്നൊക്കെ നോക്കി അവസാനം ഒരു തമ്മിൽ പ്രശ്നങ്ങളായിട്ട് എന്തായി, ഭാര്യ ഇയാളെ വിട്ടുപോയി. അപ്പോൾ ഈ ഭാര്യ ഇയാളെ വിട്ടു പോകാനും ഇയാൾ ഇങ്ങനെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഇവരെ ജീവിതത്തിൽ ഉണ്ടാവാനുള്ള കാരണം ഇവരുടെ നെയ്ബേഴ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് അന്ന് അയാളെ എന്ത് ചെയ്തത്, വെട്ടിക്കൊന്നത്. അതിനുശേഷം പിന്നെ ഇയാളെ ഭാര്യേനെ അന്ന് ആ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, ആ നെയ്ബറുള്ള സ്ത്രീനാണ് വെട്ടിക്കൊന്നത്. അതിനുശേഷം പിന്നെ ഇയാൾ ജാമ്യം കിട്ടി പുറത്തിറങ്ങി. ജാമ്യത്തിലുള്ള പരമുള്ളതാണല്ല, എന്തിലൊന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് ആൾ. അപ്പോൾ ആ സമയത്തും ആ മരിച്ച ആളുടെ മക്കൾ പറഞ്ഞതാണ് ഇയാളെ ജാമ്യം കൊടുക്കരുത്, അയാൾ തിരിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ പ്രശ്നമാണ്, ഓരിക്കുണ്ടാവുള്ളൂ, ഓരെ കൊല്ലുന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വന്നു ഇയാൾ ആ പെൺകുട്ടികളുടെ അച്ഛൻ അമ്മേനെ കൊന്നു. ഓക്കെ, ഈ വെട്ടിക്കൊന്നതിന് ശേഷം പിന്നെ ഇയാൾ എന്ത് ചെയ്തു, കാട്ടിൽ കയറുകയാണ് ചെയ്തത്, പിടിക്കപ്പെടാതിരിക്കുക. അങ്ങനെ ശേഷം പിന്നെ വിശന്നപ്പോൾ ആൾ കാട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. അങ്ങനെയാണ് ഇയാൾ പിടിക്കപ്പെട്ടത്. എന്നിട്ടും കോടതി ഇയാൾക്ക് ശിക്ഷിച്ചത് ഇരട്ട ജീവപര്യന്തമാണ്. ഇവനെ ഈ നായിൻ്റെ മോനെയൊക്കെ സത്യം പറഞ്ഞാൽ തൂക്കിക്കൊല്ലല്ലേ വേണ്ടത്. അതുപോലും ചെയ്യാനുള്ള കഴിവും കെൽപ്പും ആർക്കില്ല, നമ്മളെ പോലീസുകാർക്കില്ല, കോടതിക്കില്ല. കോടതിയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള കോടതികളാണെന്നുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, ഇത്രയും കഴിവ് കെട്ട കോടതികൾ വേറെ ഇല്ല നാട്ടിൽ. ഒന്ന് ക്രിമിനൽസിനെ മാത്രം സംരക്ഷിക്കാനായിട്ടുള്ളൊരു കോടതി, പിന്നെ ഭർത്താവിനെ ചതിച്ചും അല്ലെങ്കിൽ കാമുകനെ ചതിച്ചും അവരൊക്കെ മരണത്തിലോട്ട് തള്ളിവിടുക, അല്ലെങ്കിൽ തട്ടിപ്പ് നടത്തി പോണ പെണ്ണുങ്ങളെയൊക്കെ സംരക്ഷിക്കാനായിട്ടുള്ള കോടതി മാത്രമാണ് ഇപ്പം നാട്ടിലുള്ളത്. പറഞ്ഞിട്ട് കാര്യമില്ല. ഇവനെ പോലെയുള്ള നായിൻ്റെ മക്കളെയൊന്നും ജയിലിലടണ്ട് നാട്ടുകാരുടെ അടുത്തേക്ക് ഇട്ട് കൊടുക്കണം, നാട്ടുകാരടിച്ചു കൊല്ലും. ഇതാണ് സത്യത്തിൽ വേണ്ടത് കാര്യം. അല്ലാതെ ഇങ്ങനെ ഇവന് ഇരട്ട ജീവപര്യന്തം ശിക്ഷിച്ചാൽ തരുമോ? ഓന് അത്രയും കൊല്ലം ഫുഡൊക്കെ കഴിച്ച് സർക്കാർ ചെലവിൽ ഫുഡൊക്കെ കഴിച്ച് സുഖമായിട്ട് അവിടെ ജീവിക്കാം. അത് തന്നെ, വേറെ എന്താ ഉള്ളത്? നിങ്ങളെ കമൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് രേഖപ്പെടുത്തുക. ചാനൽ ഇഷ്ടപ്പെടുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക.